ഗുഡ് മോർണിംഗ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത് എയ്ഗൺ വാല്യൂസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആയിരുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് എയ്ഗൺ വാല്യൂസ് കണ്ട ശേഷം എങ്ങനെ എയ്ഗൺ വെക്റ്റേഴ്സ് കണ്ടെത്താം എന്നുള്ള കാര്യമാണ്. അപ്പം എയ്ഗൺ വെക്റ്റർ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നിർബന്ധമായിട്ടും എയ്ഗൺ വാല്യൂസ് കാണണം. സോ ക്വസ്റ്റ്യൻ നോക്കൂ. Find the eigenvalues and the corresponding eigenvector of the matrix 5 minus 2 minus 2 2. സോ ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് എയ്ഗൺ വാല്യൂസും എയ്ഗൺ വെക്ടറും കണ്ടെത്താനാണ് പറയുന്നത്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് എയ്ഗൺ വെക്ടർ കണ്ടെത്തുക എന്നുള്ളത്. ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0നോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാംഡയ്ക്ക് കിട്ടുന്ന വാല്യൂസാണ് എയ്ഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാട്രിക്സിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ ആയിട്ട് നെയിം ചെയ്യുന്നു. സോ എ അതാണെങ്കിൽ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുമ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന മാട്രിക്സ് എഴുതി കഴിഞ്ഞാൽ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന സമയത്ത് ദാറ്റ് മാട്രിക്സ് മൈനസ് ലാംഡ ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് 1 0 0 1 എഴുതുന്നു. അതിനുശേഷം ലാംഡേനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മെട്രിക്സിനുള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡ 0 0 ലാംഡ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടും. അതിനുശേഷം എ മൈനസ് ദാറ്റ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സബ്സ്ട്രാക്റ്റ് ചെയ്യുക. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സബ്സ്ട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ഒരു മാട്രിക്സ് കിട്ടുന്നു. അതാണ് 5 മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മാട്രിക്സ്. സോ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മാട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0നോട് ഇക്വേറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ലാംഡയ്ക്ക് വാല്യൂസ് കിട്ടും. ആ വാല്യൂസാണ് എയ്ഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. സോ ഈ ഡിറ്റർമിനൻറ്റ് കാണാൻ വേണ്ടി നമുക്കറിയാം, ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി സി ഡി എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്? എയും ഡിയും തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ബിയും സിയും തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ അതുപോലെ ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 മൈനസ് ലാംഡയും 2 മൈനസ് ലാംഡയും മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് 2 മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് 4 ആവും. സോ ദാറ്റ് ഈക്വൽ ടു 0 എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ ഈ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഇനി ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് എന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു സി മൈനസ് ഡി ഫോമിലാണ്. ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, എ സി പിന്നെ എ ഇൻറ്റു മൈനസ് ഡി മൈനസ് എ ഡി പിന്നെ മൈനസ് ബി ഇൻറ്റു സി മൈനസ് ബി സി മൈനസ് ബി ഇൻറ്റു മൈനസ് ഡി പ്ലസ് ബി ഡി, ഇതേപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ ഇവിടെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസാണ് അവിടെ എഴുതിയിരിക്കുന്ന 10 മൈനസ് 5 ലാംഡ മൈനസ് 2 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ പിന്നെ ഒരു -4 എക്സ്ട്രാ ഉണ്ട്, ഈക്വൽ ടു 0നോട് ഇക്വേറ്റ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം ലാംഡ സ്ക്വയർ ആദ്യം എഴുതുന്നു, പിന്നെ -5 ലാംഡയും -2 ലാംഡയും കൂടി ഓപ്പറേറ്റ് ചെയ്തിട്ട് -7 ലാംഡ എഴുതുന്നു, പിന്നെ 10ഉം -4ഉം കൂടി 6 എന്ന് എഴുതുന്നു. സോ ദാറ്റ് ഈക്വൽ ടു 0 എഴുതി കഴിഞ്ഞാൽ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി മാറി. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം, -b പ്ലസ് ഓർ മൈനസ് √b സ്ക്വയർ -4ac ബൈ 2a വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ a ഈക്വൽ ടു 1 ആണ്, b ഈക്വൽ ടു -7 ആണ്, c ഈക്വൽ ടു 6 ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമുക്കത് കിട്ടും. ശേഷം നമുക്ക് ലാംഡയ്ക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 1ഉം 6ഉം ആയിരിക്കും. ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. എയ്ഗൺ വാല്യൂസ് കാണുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. സോ എയ്ഗൺ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എങ്ങനെ എയ്ഗൺ വെക്റ്റർ കണ്ടെത്താം എന്നുള്ളതാണ് നോക്കുന്നത്. സോ എയ്ഗൺ വെക്റ്റർ കാണാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ 2 എയ്ഗൺ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ലാംഡ ഈക്വൽ ടു 1ഉം ലാംഡ ഈക്വൽ ടു 6 എന്ന് പറയുന്ന 2 എയ്ഗൺ വാല്യൂസാണ് കിട്ടിയത്. സോ ഓരോ എയ്ഗൺ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോരോ എയ്ഗൺ വെക്റ്റർ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ലാംഡ ഈക്വൽ ടു 1 എന്ന് പറയുന്ന എയ്ഗൺ വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് എയ്ഗൺ വെക്റ്റർ കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എന്താ വരിക നോക്കൂ.
അതിന് വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ഐഗൺ വെക്ടറാണ് കണ്ടെത്തേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക എന്നുള്ളതാണ്. എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മെട്രിക്സാണ് എ. മൈനസ് ലാംഡ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലാംഡ ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ലാംഡ ഈക്വൽ ടു 1ഉം 6ഉം ഉണ്ട്. സോ 1ന് കറസ്പോണ്ടിങ് ഐഗൺ വെക്ടർ കാണുന്നതുകൊണ്ട് ലാംഡ ഈക്വൽ ടു 1 കിട്ടിക്കഴിഞ്ഞു. ഐഡൻറ്റിറ്റി മെട്രിക്സ് നമുക്കറിയാം 1 0 0 1 ആണെന്ന്. സോ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുമ്പോൾ എ മൈനസ് 1 ഇൻറ്റു ഐ, ദാറ്റ് ഈസ് എ മൈനസ് ഐ എന്ന് പറയുന്ന മെട്രിക്സ്, ദാറ്റ് ഈസ് 4 മൈനസ് 2 1 ആയിരിക്കും. സോ എ മൈനസ് ലാംഡ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഐഗൺ വെക്ടർ കാണാൻ വേണ്ടി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ദാറ്റ് മെട്രിക്സ് ഇൻറ്റു കെ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാണ് വേണ്ടത്. അവിടുത്തെ കെ എന്ന് പറയുന്നത് ഐഗൺ വെക്ടറാണ്. കെ എന്ന് പറയുന്നത് ആ വെക്ടർ എന്ന് പറയുന്നത് ഇവിടെ കെ എന്ന് പറയുന്നത് K1 K2 എന്ന് നമുക്ക് എഴുതാം. കാരണം ഇവിടെ എന്തായാലും എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഓർഡർ 2 ഓർഡർ 3 വരുന്ന മെട്രിക്സ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഓർഡർ 2 ആയതുകൊണ്ട് തന്നെ K1 K2 ആയിരിക്കും. ഇനിയിപ്പോൾ ഓർഡർ 3 വരുന്ന ഒരു മെട്രിക്സ് ആണെങ്കിൽ K1 K2 K3 എന്ന് പറയുന്ന ഒരു കോളം മെട്രിക്സ് ആയിരിക്കും നമ്മുടെ ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഓർഡർ 2 ആയതുകൊണ്ട് നമ്മൾ K1 K2 എന്ന് മാത്രം എഴുതുന്നു. ദാറ്റ് ഈക്വൽ ടു 0നോട് ഇക്വേറ്റ് ചെയ്യാം. സോ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക. എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതിയ ശേഷം പിന്നെ എ മൈനസ് ലാംഡ ഐ ഇൻറ്റു കെ ഈക്വൽ ടു 0നോട് ഇക്വേറ്റ് ചെയ്യുക. എ മൈനസ് ലാംഡ ഐ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതിന് ഇൻറ്റു കെ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണോ അതിനനുസരിച്ച് K1 K2 എന്ന് എഴുതുന്നു. ഈക്വൽ ടു 0 0 എന്ന് പറയുന്ന കോളം മെട്രിക്സ് ഓർഡർ 2 ആയതുകൊണ്ട് തന്നെ 0 0 ഫസ്റ്റ് കോളത്തിൽ 2 എലമെൻറ്റ്സ് 2 സീറോസ് വരുന്ന രീതിക്ക് നമ്മൾ എഴുതുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ എ മൈനസ് ലാംഡ എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് ഇല്ലേ, ഈ ഒരു മെട്രിക്സിനെ നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് വഴിയോ ഗോസ് ജോർദാൻ മെത്തേഡ് വഴിയോ നമ്മൾ എന്ത് ചെയ്യണം, റോ ഓപ്പറേഷൻസ് നടത്തിയിട്ട് അതിനെ നമ്മൾ എന്തിലോട്ട് മാറ്റുക, എഷ്ലോൺ ഫോമിലോട്ടോ റോ റെഡ്യൂസ്ഡ് എഷ്ലോൺ ഫോമിലോട്ടോ മാറ്റുക. അതായിരിക്കണം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യുക, അതിനെ നമ്മൾ റോ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എലമെൻ്റ് എന്താവണം, 1 ആവണം. സോ ഇവിടെ 4 ആണുള്ളത്, അതിനെ 1 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഓപ്പറേഷൻ നടത്തുന്നു, R1 ഇംപ്ലൈസ് R1/4 ചെയ്യുന്നു. അപ്പോൾ മൊത്തം റോയിലുള്ള എലമെൻസിനെ മുഴുവൻ നമ്മൾ /4 ചെയ്യുമ്പോൾ 4/4 1 എന്ന് കിട്ടുന്നു. പിന്നെ -2/4 -1/2 ചെറുതാക്കുന്നു. ദെൻ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് എലമെൻറ്റ് 1 ആയി. ആ 1ന് താഴെയുള്ള എലമെൻറ്റ് എന്താവണം, 0 ആവണം. ആ കോളത്തിലുള്ള താഴെയുള്ള എലമെൻറ്റ് 0 ആവണം. റോ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റുന്നത് ഗോസ് എലിമിനേഷൻ മെത്തേഡും ഗോസ് ജോർദാൻ മെത്തേഡും ഒക്കെ പറഞ്ഞു തന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓർമ്മയില്ലെങ്കിൽ റിവൈസ് ചെയ്യാം. സോ -2നെ 0 ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻ സെക്കൻഡ് റോ R2 ഇംപ്ലൈസ് R2 + 2 × R1 ആണ്. അപ്പോൾ -2 + 2 × 1, അതായത് -2 + 2 0 എന്ന് നമുക്ക് കിട്ടും. സോ ആ എലമെൻറ്റ് മാത്രം മാറ്റിയാൽ പോരാ, സെക്കൻഡ് റോയ്ക്ക് മുഴുവൻ നമ്മൾ ആ ചേഞ്ച് വരുത്തണം. അപ്പോൾ 1 - 1 + 2 × -1/2 എന്ന് പറയുമ്പോൾ 1 - 1 = 0 എന്ന് കിട്ടും. സോ സെക്കൻഡ് റോ മുഴുവൻ 0 ആയതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ റോ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ എ മൈനസ് ലാംഡ ഐ ഇൻറ്റു കെ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇതിലുള്ള എക്ക് കറസ്പോണ്ടിങ് നമ്മൾ ഈ റോ എഷ്ലോൺ ഫോമിൽ മാറ്റിയ മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഈ മെട്രിക്സ് എഴുതിയിട്ട് നമുക്ക് ഇത്തരമൊരു ഫോമിലോട്ട് അതിനെ എഴുതാവുന്നതേ ഉള്ളൂ. എൻ്റെ സ്ഥാനത്ത് നമ്മൾ എ മൈനസ് ലാംഡ ഐൻ്റെ സ്ഥാനത്ത് നമ്മൾ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റിയ മെട്രിക്സ് റീപ്ലേസ് ചെയ്യുന്നു. ശേഷം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. ഈ രണ്ട് മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് റോ
ആദ്യത്തെ മാട്രിക്സിൻ്റെ ഫസ്റ്റ് റോ രണ്ടാമത്തെ മാട്രിക്സിൻ്റെ ഫസ്റ്റ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കറസ്പോണ്ടിങ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു K1 മൈനസ് 1/2 ഇൻറ്റു K2 ഈക്വൽ ടു 0 എന്നെഴുതാം. അതേപോലെ സെക്കൻഡ് റോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 0യും K1 K2 മൾട്ടിപ്ലൈ ചെയ്യുന്നു ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു K1 പ്ലസ് 0 ഇൻറ്റു K2 ഈക്വൽ ടു 0. അപ്പോൾ മൊത്തം 0 ആണ്. സോ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് റോ മാത്രമാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് K1 മൈനസ് 1/2 K2 ഈക്വൽ ടു 0 എന്നാണ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇതിനെ നമുക്ക് K1 ഈക്വൽ ടു 1/2 K2 എന്ന് എഴുതാം. 2K1 ഈക്വൽ ടു K2 എന്ന് നമുക്ക് വൃത്തിക്ക് എഴുതാമല്ലോ. എഴുതിയ ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്ര കോഎഫിഷ്യൻസ് ഉണ്ട് എന്ന് നോക്കുക. അതായത് ഇവിടെ ഇപ്പം എക്സ് വൈ എന്നായിട്ട് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഓർഡർ നോക്കിയാലും മതി. ഇപ്പോൾ ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ഓർഡറുള്ള മെട്രിക്സ് അല്ലേ നമുക്ക് ഒറിജിനലി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. മൈനസ് ദാറ്റ് ഓർഡർ മൈനസ് ഇവിടുത്തെ ഈ മെട്രിക്സിനെ റോ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ റാങ്ക് എന്താണ്? മുഴുവൻ സീറോസ് വരാത്ത റോസിൻ്റെ എണ്ണം, അതാണ് റാങ്ക്. സോ ഇവിടെ ഒരൊറ്റ റോയ്ക്ക് മാത്രമാണ് മുഴുവൻ സീറോസ് വരാത്തത്. സോ റാങ്ക് 1 ആണ്. അപ്പം ഓർഡർ മൈനസ് റാങ്ക് എന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഓർഡർ അല്ല ആക്ച്വലി നോക്കേണ്ടത്, നമ്പർ ഓഫ് അൺനോൺസ് ആണ്. സോ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഓർഡർ എന്ന് പറയുന്നു. ഓർഡർ മൈനസ് നമ്പർ ഓഫ് റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? 1 അല്ലേ? സോ ഒരൊറ്റ വാരിയബിളിന് വേണ്ടി വരും നിങ്ങൾ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു എത്ര വാരിയബിൾസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്പർ ഓഫ് അൺനോൺസ് മൈനസ് റാങ്ക് ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുന്നത് നോക്കുന്നത്. അത് എഴുതണം എന്നൊന്നും നിർബന്ധമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് 2K1 ഈക്വൽ ടു K2 എന്ന് കിട്ടി. സോ ഞാൻ എന്ത് ചെയ്യുന്നു? K1 ഒരു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതെനിക്ക് ഇഷ്ടമുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് K1 ഈക്വൽ ടു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ K2ൻ്റെ വാല്യൂ എനിക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 1 2 എന്ന് കിട്ടില്ലേ? അപ്പോൾ എൻ്റെ ഒരു എയ്ഗൺ വെക്റ്ററാണ് 1 2 എന്ന് പറയുന്നത്. അതായത് എൻ്റെ എയ്ഗൺ വെക്റ്റർ എന്ന് പറയുന്നത് K1 K2 ഫോമിലാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ K1ന് ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ K1ൻ്റെ സ്ഥാനത്ത് 1 വരും. K2 എനിക്ക് കിട്ടിയ വാല്യൂ 2 ആണ് K1ന് 1 കൊടുക്കുമ്പോൾ. സോ എൻ്റെ എയ്ഗൺ വെക്റ്റർ എന്ന് പറയുന്നത് 1 2 ആണ്. ഏതിന് കറസ്പോണ്ടിങ് ടു ദി എയ്ഗൺ വാല്യൂ ലാംഡ ഈക്വൽ ടു 1. അപ്പോൾ ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് എയ്ഗൺ വെക്റ്റർ എനിക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. സോ എന്തുകൊണ്ട് K1 ഈക്വൽ ടു 1 കൊടുത്തതിന് പകരം 2 കൊടുത്തുകൂടാന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാം. അത് നമ്മളെ ലോജിക്കിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം, തെറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ K1 നിങ്ങൾ 2 കൊടുത്തു കഴിഞ്ഞാൽ K2ൻ്റെ വാല്യൂ എന്താവും? 4 ആവും. സോ 2 4 എന്ന് പറയുന്ന എയ്ഗൺ വെക്റ്ററും ഇതിന് കറസ്പോണ്ടിങ് തന്നെയാണ്, മിസ്റ്റേക്ക് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പോൾ K1ന് മാത്രം 1 കൊടുത്താൽ മതി എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ കാരണം നമ്മളെ ഓർഡർ മൈനസ് ഓർഡർ 2 മൈനസ് റാങ്ക് 1 എന്നുള്ള ഒരു ലോജിക്ക് ഉപയോഗിച്ചിട്ടാണ്. സോ നമുക്ക് കിട്ടുന്നത് ഒരൊറ്റ 1 എന്നുള്ള വാല്യൂ ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ വാരിയബിളിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. ഇനി വരാൻ പോകുന്ന പ്രോബ്ലത്തിലൊക്കെ ചിലപ്പോൾ K1 K2 K3 3 ഉണ്ടാവാം, ചിലപ്പോൾ 2 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലോജിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് എയ്ഗൺ വെക്റ്റർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ലാംഡ ഈക്വൽ ടു ഒരു എയ്ഗൺ വാല്യൂ കൂടി ഇല്ലേ? ലാംഡ ഈക്വൽ ടു 6. അതിന് കറസ്പോണ്ടിങ് എയ്ഗൺ വെക്റ്റർ കിട്ടണം. എന്താ ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുന്നു. എ മൈനസ് ലാംഡ ഐ, ലാംഡ 6 ആയിട്ട് കറസ്പോണ്ടിങ് എയ്ഗൺ വെക്റ്ററാണ് കാണുന്നത്. സോ എ മൈനസ് 6i എന്ന് പറയുന്ന മെട്രിക്സ് എനിക്ക് കിട്ടുന്നു. പിന്നീട് ഞാൻ എന്താ ചെയ്യുന്നത്? എ മൈനസ് ലാംഡ ഇൻറ്റു കെ ഈക്വൽ ടു 0നോട് ഇക്വേറ്റ് ചെയ്യുന്നു. ഇവിടെ ഓർഡർ 2 വരുന്ന മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ കെൻ്റെ സ്ഥാനത്ത് K1 K2 എന്ന് എനിക്ക് എഴുതാം. ഈക്വൽ ടു 0 മെട്രിക്സ് എഴുതുന്നു. ഇനി ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി, അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ആ മെട്രിക്സിനെ റോ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റണം. സോ ആ മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നു.
അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റോ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 1 വേണം. അപ്പോൾ -1 ആണുള്ളത്. സോ R1 ഇംപ്ലൈസ് R1/-1 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 1 -2/-1 2 ആവും. സോ ഇത്തരം ഒരു മാട്രിക്സ് കിട്ടും. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, 1ന് താഴെയുള്ള വാല്യൂ എന്താക്കണം, 0 ആക്കണം. സോ 1ന് താഴെ -2 ആണുള്ളത്. അതിനെ 0 ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ഓപ്പറേറ്റ് ചെയ്യണം, ഇത് താഴെ എഴുതാലും മതിയേ, ഒരു റോയിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് താഴെ എഴുതണേ എങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് -2 + 2 ചെയ്താൽ അത് 0 ആവില്ലേ. അപ്പോൾ R2 ഇംപ്ലൈസ് R2 + 2R1 ചെയ്യുമ്പോൾ അത് 0 ആവുന്നു. അപ്പോൾ എനിക്ക് റോ എഷ്ലോൺ ഫോമിലോട്ടായി മാറിക്കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഈ മെട്രിക്സിനകത്തുള്ള ഇതിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് റീപ്ലേസ് ചെയ്യണം, റോ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റിയിട്ടുള്ള ഈ മെട്രിക്സ് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്ത് വരും, 1 2 0 0 ഇൻറ്റു K1 K2 = 0 0 എന്ന് എഴുതാം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു. ഫസ്റ്റ് റോ 1 × K1 + 2 × K2 = 0 എന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, K1 = -2 K2 എന്ന് വരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, K2-നൊരു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ K1 ഞാൻ 1 കൊടുത്തു കഴിഞ്ഞാൽ K2 എന്ന് പറയുന്നത് -1/2 എന്നൊക്കെ വരും. സോ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നുക അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ K2 = 1 കൊടുത്തു കഴിഞ്ഞാൽ K1 = -2 എന്ന് കിട്ടും. അപ്പം K1 K2 എന്ന് പറയുന്നതാണ് എൻ്റെ ഐഗൺ വെക്റ്റർ. സോ K1ൻ്റെ സ്ഥാനത്ത് -2 കിട്ടി, K2ൻ്റെ സ്ഥാനത്ത് 1 കിട്ടി. സോ -2 1 ആണ്. λ = 6ന് കറസ്പോണ്ടിങ് ഐഗൺ വെക്റ്റർ. സോ 2 ഐഗൺ വെക്റ്ററും കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഐഗൺ വെക്റ്റർ കണ്ടെത്തുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി, അതായത് ഓർഡർ 3 വരുന്ന ഒരു മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. ചെയ്ത പോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, A - λ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുന്നു. അപ്പം നമുക്കിങ്ങനെ വരുന്നു മെട്രിക്സ്. അതിനുശേഷം ഡിറ്റർമിനൻ്റ് ഓഫ് A - λ = 0 ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിറ്റർമിനൻ്റ് ചെയ്യാൻ നമ്മൾ മുന്നേ ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ ഡിറ്റർമിനൻ്റ് എങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇക്വേഷൻ കിട്ടുന്നു. കാരണം ഇതൊന്നും പറയാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിറ്റർമിനൻ്റ് കാണുന്നത് ചെയ്തതാണ്. സോ സെയിം പ്രൊസീജിയറാണ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്നോട് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന സ്ഥലത്ത് സ്റ്റക്ക് ആകുന്നുണ്ട് മിസ്, അതൊന്ന് പറഞ്ഞുതരാമോ എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാവുന്നതേ ഉള്ളൂ അത്. സോ വെറുതെ വലിച്ചു നീട്ടണ്ടല്ലോ ക്ലാസ് എന്ന് വിചാരിച്ചിട്ടാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. സോ ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും ഇങ്ങനെ കേട്ട് പഠിക്കുകയല്ല ചെയ്യേണ്ടത്, ചെയ്ത് നോക്കുക നിങ്ങൾ. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഇതിപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, ക്യൂബിക് ആണ്. λ⁻³ ആണ് വന്നിരിക്കുന്നത്. സോ ലാംഡയ്ക്ക് 3 വാല്യൂസ് ഉണ്ടാവും. സോ λ² ആയിരുന്നു നമ്മളെ ഹയർ ഓർഡർ എങ്കിൽ നമുക്ക് ലാംഡയ്ക്ക് 2 വാല്യൂസേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇപ്പോൾ λ³ ആയതുകൊണ്ട് 3 വാല്യൂസ് ഉണ്ട്. ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണത് ചെയ്യാന്നുള്ളത് മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആദ്യം നമ്മൾ എന്തായിരുന്നു ചെയ്യുക, ലാംഡയ്ക്ക് പോസിബിളായിട്ട് ഏത് വാല്യൂ കൊടുത്താൽ =0 കിട്ടുക എന്നുള്ള ഒരു വാല്യൂ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം ലാംഡയ്ക്ക് 0 കൊടുത്ത് നോക്കുക. അപ്പോൾ 0³ + 0² -21 × 0 -45. അപ്പോൾ -45 = 0 എന്നാണ് വരിക. അപ്പോൾ അത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി ലാംഡയ്ക്ക് 1 കൊടുക്കുക, 2 കൊടുക്കുക, -1 കൊടുക്കുക, -2 കൊടുക്കുക, 3 കൊടുത്തു നോക്കുക, -3 കൊടുത്തു നോക്കുക. അപ്പം -3 കൊടുക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് വരുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വലായി വരുന്നത്. അതായത് -3³ + -3² -21 × -3 -45 ചെയ്യുമ്പോഴാണ് =0 കിട്ടുന്നത്. സോ ആദ്യം ലാംഡയ്ക്ക് 0 കൊടുത്തു നോക്കുക, ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ 1 കൊടുക്കുക, -1 കൊടുക്കുക, 2 കൊടുക്കുക, -2 കൊടുക്കുക, 3 കൊടുത്തു നോക്കുക, -3, അങ്ങനെ വാല്യൂസ് കൊടുത്തു നോക്കുക. ഏകദേശം നമുക്ക് മനസ്സിലാവും. ചെയ്ത് നോക്കിയാൽ തന്നെ 1 കൊടുക്കുമ്പോൾ തന്നെ പറ്റുന്നില്ല നോക്കിയാൽ നേരെ നമുക്ക് 3 കൊടുത്ത് നോക്കാം, ഇല്ലെങ്കിൽ -3 കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് ചെക്ക് ചെയ്യാം. ഒരു വാല്യൂ നമ്മൾ കണ്ടെത്തണം നമ്മളെ ലോജിക്ക് ഉപയോഗിച്ചിട്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ λ = -3 ആണ് ഒരു വാല്യൂ എന്ന് പറയുന്നത്. സോ ഒരു ഐഗൺ വാല്യൂ നമുക്ക് അങ്ങനെ കിട്ടും. ഇനി ബാക്കി 2 ഐഗൺ വാല്യൂസും കൂടി കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇത്തരത്തിലൊരു ഫോമിലോട്ട് അതിനെ എഴുതുകയായിരുന്നു ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും കോയിഫിഷ്യൻസ് ആണ് ഫസ്റ്റ് റോയിൽ എഴുതുന്നത്. λ³ കോയിഫിഷ്യൻ്റ് 1 ആണ്, λ² കോയിഫിഷ്യൻ്റ് 1,
ദെൻ ലാംഡയുടെ കോയിഫിഷ്യൻറ്റ് -21, ദാറ്റ് കോൺസ്റ്റൻറ്റ് വാല്യൂ -45 എഴുതുന്നു. പിന്നെ നമുക്ക് കിട്ടിയ റൂട്ട് വാല്യൂ ആണ് എവിടെ എഴുതുന്നത്, ഈ എഴുതിയിരിക്കുന്നതാണ് നമുക്ക് കിട്ടിയ ലാംഡേൻ്റെ ഒരു വാല്യൂ, അതും എഴുതി കഴിഞ്ഞു. ശേഷം നമ്മൾ എന്തായിരുന്നു ചെയ്യുക, ഈ 1ന് കറസ്പോണ്ടിങ് താഴത്തെ പ്ലേസിൽ 0 കൊടുക്കുക. അതേത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏത് ചെയ്യാനാണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് 0 ആണ്. പിന്നെ ഈ 1 താഴോട്ട് ഇറക്കി എഴുതുക, അതാണ് അടുത്ത സ്റ്റെപ്പ്. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, -3നെ 1ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ പൊസിഷനിൽ എഴുതുന്നു. പിന്നീട് ഈ 1ഉം -3യും ആഡ് ചെയ്തിട്ട് ഈ പൊസിഷനിൽ എഴുതുന്നു. ദെൻ റിപ്പീറ്റഡായിട്ട് -3യും -2ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ പ്ലേസിൽ എഴുതുന്നു. പിന്നീട് ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ പ്ലേസിൽ എഴുതുന്നു. -21 + 6 -15 വരുന്നു. ദെൻ വീണ്ടും റിപ്പീറ്റഡായിട്ട് -3യും -15ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്ലേസിൽ എഴുതുന്നു. പിന്നീട് ഇത് പ്ലസ് ചെയ്താൽ നമുക്ക് ഫൈനലായിട്ട് 0 എന്ന് കിട്ടും. ഇതായിരുന്നു അതിൻ്റെ പ്രൊസീജിയർ. റിപ്പീറ്റഡായിട്ട് കേൾക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ താഴത്തെ റോ നോക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിലുള്ള ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ലാംഡ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. ദെൻ അടുത്ത വാല്യൂ ലാംഡയുടെ കോയിഫിഷ്യൻ്റ് ആണ്. ദെൻ ലാസ്റ്റ് ഈ വാല്യൂ ആയിരിക്കും കോൺസ്റ്റൻറ്റ്. അപ്പം ലാംഡ സ്ക്വയർ -2 ലാംഡ -15 = 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്താൽ മതി. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം -b + or -√b² - 4ac/2a. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 and -3 രണ്ട് വാല്യൂസാണ് ലാംഡയ്ക്ക് കിട്ടുന്നത്. സോ ഓൾറെഡി നമുക്ക് ലാംഡയ്ക്ക് -3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും 5 and -3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലാംഡയുടെ 3 വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 5 -3 -3 are the 3 eigen values of the matrix. സോ eigen വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, eigen വെക്റ്റർ കണ്ടെത്തണം. ആദ്യം 5 എന്ന് പറയുന്ന eigen വാല്യൂവിന് കറസ്പോണ്ടിങ് eigen വെക്റ്റർ കാണാൻ ശ്രമിക്കാം. അപ്പോൾ eigen വെക്റ്റർ കാണാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, 5 - ലാംഡ അല്ല a - ലാംഡ i എന്ന് പറയുന്ന മാട്രിക്സ് എഴുതുക. a - ലാംഡ എന്ന് പറയുന്നത് 5 ആണ്, കറസ്പോണ്ടിങ് ടു 5 ആണ് നമുക്ക് കണ്ടത്. സോ a - 5i എന്ന് പറയുന്ന മാട്രിക്സ് എഴുതുന്നു. അപ്പം a - 5i എന്ന് പറയുമ്പോൾ എന്താണ് വരിക, 2 - 5 × i എന്ന് പറയുമ്പോൾ 5 0 0 0 5 0 0 0 5 ആയിരിക്കും വരിക. അപ്പം ഇനി ഇത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പം കറസ്പോണ്ടിങ് വാല്യൂസ് എന്ത് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. -2 - 5 എന്ന് വരുന്നു. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സാണിത്. അപ്പോൾ അതിൽ വാല്യൂസ് എഴുതിയിട്ടില്ല. ദെൻ എന്ത് ചെയ്യുന്നു, നമ്മൾ a - 5i × k = 0 ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുക ഇത്തരത്തിലായിരിക്കും. a - 5i എന്ന് പറയുന്ന മാട്രിക്സ് × k എന്ന് പറയുന്നത് ഇവിടെ ഓർഡർ 3 വരുന്ന മാട്രിക്സാണ് നമ്മളെ ക്വസ്റ്റ്യൻ. സോ k1 k2 k3 വരും = 0 0 0. സോ അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ മാട്രിക്സിനെ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റണം. സോ ആ മാട്രിക്സിനെ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇനി അത് കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്, -7 2 -3. ദെൻ സെക്കൻഡ് റോ 2 - 4 - 6. തേർഡ് റോ -1 -2 -5. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് റോയിനെ ഹോൾ ഡിവൈഡഡ് ബൈ -7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, അത് 1 ആയി കിട്ടും. ഫസ്റ്റ് എലമെൻറ്റ് 1 ആയി കിട്ടാൻ എല്ലാം ത്രൂ ഔട്ട് ഡിവൈഡ് ബൈ -7 ചെയ്താൽ മതി. പക്ഷേ അതിലും കുറച്ചും കൂടി എളുപ്പം എന്ന് പറയുന്നത് എന്താണ്, ഇത് രണ്ടിനെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. ഫസ്റ്റ് റോ ആൻഡ് തേർഡ് റോ ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിൻ്റെ സിമ്പിളാണിത്, ഏരോ മാർക്ക് രണ്ട് സൈഡിലിടുന്നത്. അപ്പോൾ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് തേർഡ് റോ ആയി മാറുന്നു, തേർഡ് റോ എന്ന് പറയുന്നത് ഫസ്റ്റ് റോയും ആക്കി മാറ്റുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ -7 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/7 3/7 എന്ന് പറഞ്ഞ ഫ്രാക്ഷൻസ് വരും. അപ്പോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 1 ആയി കിട്ടിയല്ലോ നമുക്ക്. 1 അല്ല -1 ആണ്. സൈൻ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതിയല്ലോ, ഫ്രാക്ഷൻസ് ഒന്നും വരുന്നില്ല. ആ ഒരു എളുപ്പത്തിന് വേണ്ടി നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അതും പോസിബിളാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് -1 ആണ്. ആ -1 ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ ദാറ്റ് റോ ഡിവൈഡഡ് ബൈ
-1 അല്ലെങ്കിൽ -1 × R1 ചെയ്താലും മതി. അപ്പോൾ നമുക്ക് എന്തായി മാറും? റോ മൊത്തം 1 2 5 ആയിട്ട് മാറും. അപ്പോൾ ഒരു ഫ്രാക്ഷൻ ഒന്നും വന്നിട്ടില്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ 1ന് താഴെയുള്ള ഈ 2 വാല്യൂസും സീറോസ് ആക്കണം. അതിന് വേണ്ടിയുള്ള ഓപ്പറേഷനാണിത്. അത് നടത്തുമ്പം 2 റോയ്ക്കും മാറ്റം വരുത്തുക. അപ്പോൾ നമുക്കത് 0 ആയിക്കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് -8നെ 1 ആക്കുകയാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? -1/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് റോ മുഴുവനായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 1ന് താഴെയുള്ള വാല്യൂവിനെ 0 ആക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും? 16നെ 0 ആക്കാൻ വേണ്ടിയിട്ട് R3 implies R3 - 16 × R2 ചെയ്യണ്ടേ? ശരിയല്ലേ? അപ്പം അങ്ങനെ നടത്തുന്നു. പിന്നീട് നമ്മൾ ഇതിനെ ആക്ച്വലി റോ റെഡ്യൂസ്ഡ് എഷ്ലോൺ ഫോമിലോട്ടാണ് മാറ്റുന്നത്. അതായത് ഗോസ് ജോർദാനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗോസ് ജോർദാൻ എന്ന് പറയുന്നത് എന്താ? 1ന് താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0, പിന്നെ ഈ 1ന് മുകളിലും താഴെയും 0 ആവണം. പിന്നെ ലാസ്റ്റ് റോ മൊത്തം 0 ആയതുകൊണ്ട് പിന്നെ ലാസ്റ്റ് കോളം നോക്കേണ്ട ആവശ്യമില്ല. അതായിരുന്നു ഗോസ് ജോർദാൻ മെത്തേഡ്. ഓർമ്മയില്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഗോസ് എലിമിനേഷൻ വേണമെങ്കിൽ അതും ചെയ്യാം. ഇനി ഇത് വേണമെങ്കിൽ ഇതും. 2 രീതിക്കും പറഞ്ഞു തന്നു മാത്രം. സോ 2 രീതിക്കും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് വന്നു? R1 - 2 R2 ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ 0നെ 0 ആക്കി കിട്ടും 2നെ. അപ്പം എന്തായി മാറി? നമ്മൾ റോ റെഡ്യൂസ്ഡ് എഷ്ലോൺ ഫോമിലോട്ട് മാറ്റി. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നമ്മളെ മെട്രിക്സിൻ്റെ സ്ഥാനത്ത് ഇത് റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇത്തരത്തിൽ മെട്രിക്സ് കിട്ടുന്നു. ഇനി ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു. അപ്പം ഫസ്റ്റ് റോ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. സെക്കൻഡ് റോ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷൻ കിട്ടുന്നു. തേർഡ് റോ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മുഴുവൻ സീറോസ് ആണ്. സോ അത് ഓപ്പറേറ്റ് ചെയ്താൽ മൊത്തം 0 = 0 എന്നാണ് കിട്ടുക. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ K1 + K3 = 0യും K2 + 2K3 = 0 എന്ന് പറയുന്ന 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എത്ര ഇക്വേഷൻസിന് സബ്സ്റ്റിറ്റ്യൂഷൻ വേണം എന്നുള്ളത് നോക്കാൻ വേണ്ടി ഇവിടുത്തെ എത്ര ഇതിൻ്റെ ഓർഡർ എന്ന് നോക്കുക. 3/3 ഓർഡറുള്ള മെട്രിക്സ് അല്ലേ തന്നത്? 3 - ഇവിടുത്തെ റാങ്ക് എത്രയാണ്? ഇങ്ങനെ റെഡ്യൂസ്ഡ് എഷ്ലോൺ ഫോമിലോട്ട് മാറ്റിയ ശേഷം മുഴുവൻ സീറോസ് അല്ലാത്ത എത്ര റോസ് ഉണ്ട്? 2 എണ്ണം അല്ലേ? സോ 3 - 2 = 1. സോ ഒരു അൺനോണിന് മാത്രം നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഏറ്റവും ലാസ്റ്റ് K1 K2 K3 അല്ലേ? അപ്പോൾ K3ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഇഷ്ടമുള്ളതിന് എനിക്ക് കൊടുക്കാം. ഞാൻ K1 കൊടുത്തു എന്ന് വെച്ചിട്ട് തെറ്റൊന്നുമില്ല. സോ K3ക്ക് ഞാൻ 1 കൊടുത്തു കഴിഞ്ഞാൽ K3 = 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും? K3 = 1 കൊടുത്തു കഴിഞ്ഞാൽ K2 + 2 × 1 = 0 എന്ന് വരും. അപ്പോൾ K2 = -2 എന്ന് കിട്ടില്ലേ? ഈ ഇക്വേഷനകത്ത് കൊടുക്കുമ്പോൾ K2 = -2 എന്ന് കിട്ടും. ഇനി K3 = 1 ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താലോ എന്ത് വരും? K1 = ആ 1 റൈറ്റ് സൈഡിലോട്ട് പോയാൽ -1. സോ K1 = -1 എന്നും കിട്ടില്ലേ? സോ അങ്ങനെ വാല്യൂസ് കിട്ടുന്നു. എനിക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. എനിക്ക് K3ക്ക് വേണമെങ്കിൽ 2 കൊടുക്കാം, 3 കൊടുക്കാം, ഏത് വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം. ഇനിയിപ്പോൾ എനിക്ക് പകരം K1 കൊടുക്കണം എന്ന് വിചാരിച്ചാൽ K1 കൊടുക്കണമെങ്കിൽ അതും ചെയ്യാം. എൻ്റെ ഇഷ്ടമാണ്. സോ ഏത് കൊടുക്കുന്നു എന്നുള്ള കാര്യമല്ല, ഇവിടം വരെ എത്തിച്ചാൽ തന്നെ നമുക്ക് ബാക്കി നമ്മളെ കയ്യിലാണ്. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുത്താൽ ഓരോരുത്തർക്കും ഓരോ ആൻസർ ആയിരിക്കും കിട്ടുന്നത്. സോ അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഏഗൺ വെക്റ്റർ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ലാംഡ = -3 എന്ന് പറയുന്ന ഏഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് കിട്ടണം. അപ്പോൾ ലാംഡ = -3 ആണെങ്കിൽ എന്താ ചെയ്യുന്നത് നോക്കി നോക്കൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് A - ലാംഡ എന്ന് പറയുന്ന മാട്രിക്സ് എഴുതുന്നു. ലാംഡയ്ക്ക് -3 കൊടുത്തിട്ട് പിന്നെ A - ലാംഡ × K = 0 ഇക്വേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ മാട്രിക്സിനെ എന്ത് ചെയ്യുന്നു? റോ എഷ്ലോൺ ഫോമിലോട്ടോ റോ റെഡ്യൂസ്ഡ് എഷ്ലോൺ ഫോമിലോട്ടോ മാറ്റുന്നു. ഈ റോ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ഇനി എന്ത് ചെയ്യുന്നു? ഈ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2 ഇക്വേഷൻസ് കിട്ടും. K1 2 ഇക്വേഷനില്ല, ലാസ്റ്റ് 2 റോയും 0 ആണ്. ലാസ്റ്റ് 2 റോയും 0 ആയതുകൊണ്ട് ഫസ്റ്റ് റോ മാത്രം ഓപ്പറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 1 × K1 + 2K2 - 3K3 = 0 എന്ന് വന്നു. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ എത്ര വേരിയബിൾസിന് ഞാൻ വാല്യൂസ് കൊടുക്കണമെന്ന് നോക്കുക. അപ്പോൾ ഇവിടുത്തെ
മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്, മൈനസ് റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് അല്ലേ? ഒരു റോ മാത്രമല്ലേ മുഴുവൻ 0 അല്ലാത്തത്. സോ ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പം ഞാൻ 2 അൺനോൺസിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രണ്ടെണ്ണത്തിനെന്ന് പറയുമ്പം K3ക്കും K2നും നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ലാംഡ ഈക്വൽ ടു -3ക്ക് കറസ്പോണ്ടിങ് ഏഗൺ വെക്ടറാണ് കാണുന്നത്. ലാംഡ ഈക്വൽ ടു -3 എന്ന് പറയുന്ന 2 ഏഗൺ വാല്യൂസ് ഇല്ലേ? ലാംഡ ഈക്വൽ ടു -3 ആൻഡ് 5 അല്ലായിരുന്നോ നമ്മൾ ഏഗൺ വാല്യൂസ് എന്ന് പറയുന്നത് അല്ലേ? സോ ഇതാ ഇവിടെ നോക്കൂ, ലാംഡ ഈക്വൽ ടു -3 5 ഇതായിരുന്നു നമ്മൾ ഏഗൺ വാല്യൂ. സോ -3ക്ക് കറസ്പോണ്ടിങ് നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞു. സോ ഇനി ഇതിൽ നിന്ന് നമ്മൾ ഏഗൺ വെക്ടറാണ് കണ്ടെത്താൻ പോകുന്നത്. സോ രണ്ടിനും കറസ്പോണ്ടിങ് 2 വെക്ടേഴ്സ് വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, K2നും K3ക്കും 0 ആൻഡ് 1 മാറി മാറി കൊടുക്കുന്നു. അതായത് K2ന് 1 ആകുമ്പോൾ K3 0 എന്നും K3ക്ക് 1 ആകുമ്പോൾ K2 0 എന്ന് കൊടുത്തിട്ട് നമ്മൾ K1ൻ്റെ വാല്യൂ കണ്ടെത്തുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 2 ഏഗൺ വെക്ടർ കിട്ടുന്നു. ദീസ് ആർ ദ ഏഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു -3, -3. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻ പ്രകാരം 3 ഏഗൺ വാല്യൂസ് ഉണ്ടായിരുന്നു, 5, -3, -3 എന്ന് പറയുന്നത്. സോ 3 ഏഗൺ വെക്ടേഴ്സ് നമുക്ക് കറസ്പോണ്ടിങ് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ രീതിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പകരം എനിക്ക് K1നും K2നും വേണമെങ്കിൽ 1 0 ആൾട്ടർനേറ്റീവായിട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് K3ക്ക് കിട്ടുന്നു. അപ്പോൾ അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഈ ഒരു പ്രൊസീജിയറാണെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, വായിച്ചു നോക്കൂ. ഏഗൺ വാല്യൂസ് ആൻഡ് കറസ്പോണ്ടിങ് ഏഗൺ വെക്ടറാണ് കണ്ടത്. ആദ്യം A - ലാംഡ ആയി കാണുന്നു, പിന്നീട് ഡിറ്റർമിനൻ്റ് ഓഫ് A - ലാംഡ ആയി കാണുന്നു. സോ നമുക്ക് ലാംഡ ക്യൂബ് മൈനസ് ഇങ്ങനെ കിട്ടുന്നു. എല്ലാത്തിലും ലാംഡ ഉള്ളതുകൊണ്ട് ലാംഡ ഔട്ട് സൈഡ് എടുക്കുന്നു. സോ ലാംഡ ഈക്വൽ ടു 0 ആൻഡ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനും കിട്ടുന്നു. അപ്പം ലാംഡ ഈക്വൽ ടു 0, ലാംഡ ഈക്വൽ ടു 15, ലാംഡ ഈക്വൽ ടു 3 എന്ന് പറയുന്ന 3 ഏഗൺ വാല്യൂസ് കിട്ടുന്നു. ഓരോന്നിനും കറസ്പോണ്ടിങ് ഏഗൺ വെക്ടർ കാണണം. ആദ്യം ലാംഡ ഈക്വൽ ടു 0ന് കാണുന്നു. A - ലാംഡ ഇൻറ്റു K ഈക്വൽ ടു 0നോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെട്രിക്സിന് റോ ഓപ്പറേഷൻസ് ചെയ്തിട്ട് നമ്മളിവിടെ ഇപ്പോൾ റോ റെഡ്യൂസ്ഡ് എഷ്ലോൺ ഫോമിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. നോക്കുക, 1 താഴെയുള്ളതൊക്കെ 0, ദെൻ സെൻറ്ററിൽ 1, മുകളിലും താഴെയും 0, ലാസ്റ്റ് റോ മൊത്തം 0 ആയതുകൊണ്ട് പിന്നെ ലാസ്റ്റ് കോളം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റോ റെഡ്യൂസ്ഡ് എഷ്ലോൺ ഫോമിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്, ഓർഡർ 3. സോ ഒരു അൺനോണിന് മാത്രം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ക്രോസ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ ഇങ്ങനെ 2 ഇക്വേഷൻസ് കിട്ടുന്നു. ഇതിൽ നമ്മൾ K2 - K3 ഈക്വൽ ടു 0 അപ്പം അതേപോലെ K1 - 1/2 ഇൻറ്റു K3 ഈക്വൽ ടു 0 ആണത്. അപ്പോൾ ഞാനിപ്പോൾ K3 ഈക്വൽ ടു 1 കൊടുത്തു എന്ന് വിചാരിക്കാം. K3 ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഇക്വേഷനിൽ K1 - 1/2 ഇൻറ്റു 1 ഈക്വൽ ടു 0 എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്ത് വരും? -1/2 റൈറ്റ് സൈഡിലോട്ട് പോയി +1/2 എന്നുള്ള ഫ്രാക്ഷൻ വരുന്നുണ്ട്. അതിന് പകരം ഞാൻ K3ക്ക് ഒരു 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1/2 ഇൻറ്റു 2 1 ആക്കി എനിക്ക് വരും. അപ്പോൾ ഒരു ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ K3ക്ക് 2 കൊടുത്തു എന്ന് മാത്രം. എനിക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്. സോ ഇവിടെ അങ്ങനെ കൊടുത്തു എന്ന് മാത്രം. K3 ഈക്വൽ ടു 2 വരുമ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് K1 ഈക്വൽ ടു 1 കിട്ടും, സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് K2 ഈക്വൽ ടു 2 കിട്ടും. സോ ഏഗൺ വെക്ടർ എന്ന് പറയുന്നത് 1 2 2 ആയിരിക്കും. ഓക്കെ, പകരം ഞാനിനിപ്പോൾ K3ക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ K2 എന്ന് പറയുന്നത് എന്തായിരിക്കും? K3 1 ആണെങ്കിൽ K2 എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും അല്ലേ? K2 - 1 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ K2 ഈക്വൽ ടു +1 ആവും. ഇനി അതേപോലെ K1 എന്താവും? -1/2 ഇൻറ്റു 1, അത് +1/2 ആവും. സോ K1 1/2 ആവുന്നു. സോ അതൊന്നും പ്രശ്നമില്ല. ഇനി അടുത്ത ഏഗൺ വെക്ടർ എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു 3ക്ക് പഴയ പോലെ തന്നെ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ റോ റെഡ്യൂസ്ഡ് എഷ്ലോൺ ഫോമിലോട്ടാണ് മാറ്റിയതെന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്തത് ലാംഡ ഈക്വൽ ടു 15 ആവുമ്പോൾ ഇവിടെയും റോ റെഡ്യൂസ്ഡ് എഷ്ലോൺ ഫോമിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക്
എല്ലാത്തിനും കറസ്പോണ്ടിങ് ഈഗൺ വെക്ടറും കിട്ടിക്കഴിഞ്ഞു. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ചെയ്ത് പഠിക്കാം, അപ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ, താങ്ക് യു.